ഈ ഡാർലിങ്സ്, അപ്പം നമ്മുടെ GCD ഓഫീസിലെ ഫസ്റ്റത്തെ ഓണം സെലിബ്രേഷനാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ നേരെ പൂക്കളം ഒരുക്കണതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പൂക്കളം ഒരുക്കുന്നത്. ഇത് പ്രൈസ് ഉള്ളതാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പൂവൊക്കെ ഇങ്ങനെ കിള്ളാൻ വേണ്ടി പോയി. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുക്കാൻ വേണ്ടി ഇങ്ങനെ മിഷീൻ്റെ മുകളിലിരിക്കണേന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ പൂക്കളും ഇങ്ങനെ ഓരോ സെക്ഷനായി മാറ്റിയിട്ടാണ് നമ്മൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും, അതായത് എല്ലാ സ്റ്റാഫും ഒരുമിച്ചിരുന്നാണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും. ഓരോ സാധനമൊക്കെ എടുത്ത് എല്ലാവരും അത് ഇത് ചെയ്യുന്നൊക്കെ എല്ലാവരോടും പറയുന്നതും എല്ലാവരും എല്ലാം കറക്റ്റായിട്ടും ഈക്വലായിട്ടെല്ലാം സെപ്പറേറ്റ് ആയിട്ടെല്ലാം റെഡിയാക്കി ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേര് ഇവിടെ പൂക്കളത്തിനുള്ള പൂക്കൾ ഒരുക്കുന്നു, കുറച്ച് പേരവിടെ പൂക്കളം ഡിസൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂക്കളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം പോയി വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്ന്, അപ്പോൾ നമ്മളുടെ എല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് ശാലിറ്റ് ഇത് അഭിനയിക്കണമല്ലോ കേട്ടോ, വർക്ക് ചെയ്യണേ, എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം, ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തിരക്കിലായിരുന്നു. കുറച്ച് പേര് വർക്ക് ചെയ്യാനുണ്ട്, കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ഇട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പൂക്കളം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ പൂക്കളവും കാണിച്ചത് നമ്മൾ എല്ലാ ഫ്ലോറിലും ഓരോ പൂക്കളും റെഡിയാക്കിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലോറിലെ പൂക്കളമായിരുന്നു അത്. അപ്പോൾ ഇതാണ് താഴത്തെ ഫ്ലോറിൽ ഇതായിരുന്നു. ഇതിനാണ് തോന്നുന്നു ഫസ്റ്റ് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ പോയി. അപ്പോൾ ഇത് നമ്മുടെ ചേച്ചിയാണ്, സെക്യൂരിറ്റി ചേച്ചിയാണ്. അപ്പോൾ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ പോയപ്പോൾ അവിടുത്തെ പൂക്കളം ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അജീസ് സാറിൻ്റെ കുറച്ച് ഫണ്ണൊക്കെ അവിടെ കാണിക്കാനുണ്ടായിരുന്നു. സാറും അലീന മാഡവും കൂടി ഇങ്ങനെ ഇങ്ങനെ കെട്ടി എന്തൊക്കെ കാണിക്കാനായിരുന്നു. അപ്പോൾ ഇത് തൂക്കാൻ വേണ്ടിയായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമുക്ക് ഓണസദ്യയിലോട്ടാണ് കിടക്കുന്നത്. നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടി. അങ്ങനെ ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി കറക്റ്റ് ആ ഒരു ടൈമായപ്പോൾ വന്നിരുന്നു. അപ്പോൾ നമുക്കെല്ലാം കിട്ടി. ഇലയിലേക്ക് ഇതേ സദ്യ ഓരോന്ന സാധനങ്ങളായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ കാത്തിരിക്കാനായിട്ടൊക്കെ ഒരു ഈച്ചേൻ്റെ കൂടെ പറന്ന് വന്നു. നമ്മൾ ഓപ്പണായിട്ട് ഉള്ളൊരു സ്പേസിലാണ് ഫുഡ് കഴിക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ലോണം ഫുഡ് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഫുഡ് എനിക്ക് സദ്യ വല്ലപ്പോഴൊക്കെ ഇഷ്ടമുള്ളൂ, പക്ഷേ കഴിക്കണമെങ്കിൽ എല്ലാ കറിയൊന്നും കഴിക്കില്ല. കുറച്ച് കറികൾ മാത്രം ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ ചോറ് വന്ന്, പരിപ്പ് വന്ന്, നെയ്യ് ഒഴിച്ചിട്ടുണ്ടായി അതിൻ്റെ അകത്ത്. അപ്പോൾ ആദ്യം പരിപ്പും ഒക്കെ കൂട്ടി കഴിക്കണം, പരിപ്പും പപ്പടമൊക്കെ കൂട്ടി കഴിക്കണം. അത് കഴിഞ്ഞിട്ട് സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുക. അപ്പോൾ എല്ലാവരും വന്നിരുന്ന്, അപ്പോൾ എല്ലാവരുമാണത് നമ്മളുടെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റും GCDയിലെ എല്ലാ സ്റ്റാഫും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കണത്. അപ്പോൾ കുറച്ച് പേര് വിളമ്പനുണ്ടായി. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾ അവിടെ വിശ്രമിക്കുകയായിരുന്നു, വയറ് നിറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചേച്ചിമാരെ കൂടെയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിലാണ് ഗൈസ്. നല്ല ഫുഡായിരുന്നു ഒന്നും പറയാൻ. ഇന്നത്തെ ഗ്ലാസ് പായസമായി വിനീഷേട്ടൻ. പായസത്തിൻ്റെ കുടിച്ച് വിനീഷൻ്റെ വയറ് പൊട്ടാറായി. അത് കഴിഞ്ഞ് ഞങ്ങൾ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് വന്നു. അപ്പോൾ ഇതാ നമ്മളുടെ ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കുറേ ടേക്ക് ചെയ്ത പൊരിഞ്ഞ വെയിലത്തുനിന്ന് ഷൂട്ട് ചെയ്ത റീലാണ്. അപ്പോൾ ഈ റീൽ ഏതാണെന്ന് മനസ്സിലായ ആൾക്കാരൊന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ശരിയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ റീലെടുത്തതിൻ്റെ ക്ഷീണം നല്ലോണം മുഖത്ത് മുഖത്ത് നല്ലോണം ടാൻ അടിച്ച് ഞങ്ങളതേ നേരെ മുകളിലോട്ട് കയറി വന്നിരുന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിക്ക്, ഇതെൻ്റെ വെപ്പുമുടിയാണ്, ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും വലുതായിട്ട് ഡൗട്ടൊന്നും അടിച്ചിട്ടുണ്ടായില്ല അതിൻ്റെ ഭാഗ്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സുഭാഷ് പാർക്കിൽ പോയി. കാരണം ഷാലറ്റിന് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു. പാവം ദിവ്യ മാഡം ഷാലറ്റിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കണമായിരുന്നു. പാവത്തിന് ഇങ്ങനെ വെറുതെ ഇരുത്തിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കുറേ ചുമ്മാ വീഡിയോസൊക്കെ എടുത്തതിലൊക്കെ റീൽ ചെയ്യാമല്ലോ എന്നോർത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും 2 ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോയി. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ ബൈ ബൈ.